മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം ഇരട്ട കൊലപാതകത്തിലേക്കെന്ന സംശയം. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചത്. വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോഷണക്കേസിൽ അറസ്റ്റിലായ കാഞ്ചിയാർ, കക്കാട്ടുകട, നെല്ലാനിക്കൽ വിഷ്ണു, സുഹൃത്ത് നിതിൻ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രതികളിൽ ഒരാളായ വിഷ്ണു കാലൊടിഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റൊരു പ്രതി നിതിൻ പീരുമേട് സബ് ജയിലിലുമാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ സംശയിക്കപ്പെടുന്ന സ്ഥലത്തെത്തിച്ച് മൃതദേഹം ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്താനാകൂ. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് ചിലപ്പോൾ നാളെയോ തിങ്കളാഴ്ച വരെയോ നീണ്ടു നിൽക്കാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കുറെ കാലമായി കാണാനില്ലായിരുന്നതായി കാട്ടി ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു. വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയതായും അതിനു വർഷങ്ങൾക്ക് മുൻപ് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയതുമായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. പ്രതിയുടെ അടുത്ത ബന്ധുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലുള്ള വീട് ഇന്നലെ മുതൽ പോലീസ് കാവലിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP MR മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കക്കാട്ടുകടയിലെയും വിഷ്ണുവും കുടുംബവും മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പനക്ക് സമീപം നാഗര ജംഗ്ഷന് സമീപത്തെ പഴയ വീട്ടിലുമെത്തി പരിശോധന നടത്തി മടങ്ങി. മോഷണക്കേസുകളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ നടത്തിയ കൊലപാതകത്തെക്കുറിച്ചും വിവരം ലഭിച്ചതായാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. പ്രതികളിൽ ഒരാളുടെ കാഞ്ചിയാർ ഭാഗത്തുള്ള വീട്ടിൽ ഒരാളെ കൊന്നുകുഴിച്ചു മൂടിയതായി ഇവർ സമ്മതിച്ചെന്നാണ് പ്രാഥമിക വിവരം. അതുകൊണ്ടുതന്നെ പോലീസ് ഈ വീട്ടിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാവൽ ഏർപ്പെടുത്തിയത് എന്തിനെന്നും വെളിപ്പെടുത്തിയിട്ടില്ല. നഗരത്തിൽ അടുത്തിടെ ഒട്ടേറെ മോഷണങ്ങൾ നടന്നിരുന്നു. ഇതിൽ പലതിലും ഇവരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.